Devika. Devika as a film talks about the women's empowerment and the braveness and what are the things they faced in their ambitious life and their consequences was talked about in the film. ദേവികയോ? ആരാത്? അവള് കഴിക്കുന്നതും നടക്കുന്നതും ജീവിക്കുന്നതും ഫുള്ള് ഡ്രഗ്സിന്റെ പുറത്താ. ലിറ്ററലി സ്പീക്കിംഗ്, ഷീസ് എ ഡ്രഗ് അഡിക്റ്റ്. ജനുവരി 26 അന്ന് വൈകിട്ട് ശരിക്കും എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പ്രതികരിക്കുന്ന സ്ത്രീകളെ എല്ലാം വേശ്യകളാക്കുന്ന ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കന്യകയല്ല, ദേവതയുമല്ല. എൻ്റെ പേര് ജിബിൻ ജോർജ് ജെയിംസ്. ദേവിക എന്ന സിനിമയുടെ സംവിധായകനാണ്. നിരവധി അവാർഡുകൾ വാങ്ങിയ ദേവിക ഇപ്പോൾ ഓൺലൈനായി റിലീസായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനിൽ തന്നെ സിനിമ കാണാവുന്നതാണ്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ദേവിക, നരേഷ് എന്നീ 2 കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ അതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ദേവിക ഒരു മോഡലാണ്. ഒരു എറണാകുളത്തെ ഒരു ഓഡീഷൻസ് ചെന്ന ദേവിക അവിടെ വെച്ച് സെഡേറ്റഡായി റേപ്പിന് വിധേയായി എന്ന് പറഞ്ഞ് ദേവിക പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. തുടർന്നുള്ള ട്രോമ അതിജീവിച്ച് ദേവിക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ് ഈ സംഭവം വിവരിച്ചുകൊണ്ട്. മാഡം, ഷോർട്ട് റെഡി. സാധാരണ ഇത്തരം കേസുകളിൽ വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ഒന്നും മീഡിയയിലൂടെ വരാൻ പാടില്ല. മീഡിയക്ക് എന്ത് നിയമം? ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ പേര് വീരപട്ടം കൽപ്പിച്ചു നൽകുന്നതാണല്ലോ ഇപ്പോഴത്തെ എല്ലാ റേപ്പ് കേസുകളിലെയും പതിവ്. അങ്ങനെയുള്ള മുൻവിധി എന്നിലൂടെ മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇറ്റ്സ് ഓക്കെ. എന്റെ പേര് ദേവിക. ദേവി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാനവ്. ഫോക്കസ് ഫിലിം സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് സാരംഗപാണി നിർമ്മിച്ച് ശിവപ്രസാദ് രാമചന്ദ്രൻ ഐക്കര തിരക്കഥ എഴുതി ജിബിൻ ജെയിംസ് ജോർജ് സംവിധാനം ചെയ്ത ദേവിക എന്ന സിനിമ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസാണ്. കൊച്ചിയിൽ മോഡൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ദേവിക എന്ന പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻസിഡന്റ് അത് നടക്കുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഞാനൊരു വർക്കിലായിരുന്നു. അപ്പോ നരേഷിന്റെ ഓഫീസിൽ പോയത് എന്തിനാണ്? ഞാൻ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു വർക്കിലായിരുന്നു. അപ്പൊ CCTV വിഷ്വലിൽ നിങ്ങൾ വന്നതായി കാണുന്നതോ? അത് പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയതാ. അന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസം 4-ന്, 17-ന്, പിന്നെ 27-ന്, അതിനു മുമ്പത്തെ മാസം ഒരു 4-5 വട്ടം. അങ്ങനെ ഒരുപാട് വട്ടം. അവള് വന്നാൽ ഒരു 4-5 മണിക്കൂറോളം എന്റെ കൂടെയാണ്. ഡ്രഗ്സും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് പോകും. ഈ സിനിമ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇനി ഈ സിനിമയെ പറ്റി കണ്ട് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയേണ്ടത് നിങ്ങളാണ്, പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ദേവികയോ? ആരാത്? അവള് കഴിക്കുന്നതും നടക്കുന്നതും ജീവിക്കുന്നതും ഫുള്ള് ഡ്രഗ്സിന്റെ പുറത്താ. ലിറ്ററലി സ്പീക്കിംഗ്, ഷീസ് എ ഡ്രഗ് അഡിക്റ്റ്. ജനുവരി 26 അന്ന് വൈകിട്ട് ശരിക്കും എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല. പക്ഷേ
പ്രതികരിക്കുന്ന സ്ത്രീകളെ എല്ലാം വേശ്യകളാക്കുന്ന ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കന്യകയല്ല, ദേവതയുമല്ല.